ഹായ്. അയർലൻഡിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ലോങ് ടൈം സെറ്റിൽ ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ 5 വർഷം കഴിഞ്ഞ് സിറ്റിസൺഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊരു ചെറിയൊരു ടിപ്പായിട്ട് എടുത്താൽ മതി. കാരണം ഞാൻ വന്നപ്പോൾ ഞാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് സംഭവിക്കുകയും കുറച്ച് ലെങ്തി ആയി പോവുക പ്രോസസ്സ്. കാരണം എനിക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലടങ്ങുന്ന ചില ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി ബില്ലാണ് മെയിനായിട്ട്. നമ്മൾ വരുമ്പോൾ ഷെയർഡ് അക്കോമഡേഷനിലായിരിക്കും താമസിക്കുക. അപ്പോൾ നമ്മുടെ പേര് യൂട്ടിലിറ്റി ബില്ലിൽ ആഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോൺട്രാക്റ്റിൽ സിം എടുക്കും, അതായത് ബിൽ പേ സിമ്മുകൾ. അപ്പോൾ എവരി മന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലൊരു ബില്ലുണ്ടാവും. അപ്പം അതൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പം 2 തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സാണ് അവർ ചോദിക്കുന്നത്. ഒരു 100 പോയിൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതും 50 പോയിൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതും. 100 പോയിൻറ്റ്സിൻ്റെ വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് സമ്മറി, സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതൊക്കെയാണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നൊരു സാധനമാണ്. പക്ഷേ 50യിൽ വരുന്ന ഡോക്യുമെൻറ്റ്സിൽ വരുന്നതാണ് യൂട്ടിലിറ്റി ബിൽസ്, അതായത് ഇലക്ട്രിസിറ്റി ബിൽസ്, ഫോൺ ബിൽസ്, വൈഫൈയുടെ ബില്ല്, കോൺട്രാക്റ്റ്, നമ്മുടെ റെൻ്റൽ കോൺട്രാക്റ്റ്, അതുപോലെ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ. അപ്പം ഇതിലേതെങ്കിലും എല്ലാ വർഷത്തെയും ഏതെങ്കിലും ഒരു മന്തിലെ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ അധികം അത്യാവശ്യമുള്ളൊരു കാര്യമാണ് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പം. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് നിങ്ങളുടെ സിറ്റിസൺഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ഇട്ടാൽ മതി. സിറ്റിസൺഷിപ്പ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ആവശ്യമെന്നുള്ളത്. താങ്ക് യു.